ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണിമംഗലം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് വന്നതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ തൈരും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അരച്ചതാണ് ഈ അരപ്പ്. നമ്മൾ വെന്ത് വന്ന മാങ്ങയിലേക്ക് നമ്മൾ ആ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ല രീതിയിൽ തന്നെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ തിളച്ച് വന്ന ശേഷം നമുക്കതൊന്ന് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് വറുത്തിടാം. അതിനായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ തിളച്ച് വന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്